എന്തുകൊണ്ടാണ് നമുക്ക് എക്കിട്ടം ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഡയഫ്രം പേശികൾ വരുമ്പോൾ എക്കിട്ടം സംഭവിക്കുന്നു. അത് നിങ്ങളെ ശ്വസിക്കാൻ സഹായിക്കുന്നു, പെട്ടെന്ന് ചുരുങ്ങുകയോ മലബന്ധം ഉണ്ടാകുകയോ ചെയ്യുന്നു. ഇത് നിങ്ങളെ വേഗത്തിൽ വായുവിലേക്ക് വലിച്ചെടുക്കാൻ ഇടയാക്കുന്നു. വായു കുതിച്ചു വരുമ്പോൾ നിങ്ങളുടെ വോക്കൽ കോഡുകൾ അടഞ്ഞു പോകുന്നു. ആ പരിചിതമായ ഹിക് ശബ്ദം സൃഷ്ടിക്കുന്നു. പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക, കാർബണേറ്റഡ് പാനീയങ്ങൾ കുടിക്കുക, ആവേശം അല്ലെങ്കിൽ സമ്മർദ്ദം അല്ലെങ്കിൽ അമിതമായ വായു വിഴുങ്ങൽ എന്നിങ്ങനെയുള്ള പല കാരണങ്ങളും എക്കിട്ടത്തിന് കാരണമാകാം. സാധാരണഗതിയിൽ എക്കിട്ടം നിരുപദ്രവകരമാണ്. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവ സ്വയം ഇല്ലാതാകും. എന്തുകൊണ്ടാണ് നമുക്ക് അവ ലഭിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ കാരണം പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മൾ ശിശുക്കളായി വികസിക്കുമ്പോൾ അവശേഷിച്ചൊരു റിഫ്ലക്സ് ആണെന്നാണ് കരുതപ്പെടുന്നത്. ഗർഭപാത്രത്തിൽ ശ്വസിക്കാൻ കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എക്കിട്ടത്തിന് ഉപയോഗപ്രദമായ ഒരു ലക്ഷ്യവുമില്ല, പക്ഷേ അവ അല്പം ശല്യപ്പെടുത്തും. എക്കിട്ടം കുറയ്ക്കാൻ ചില മാർഗ്ഗങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് നിങ്ങളുടെ ശ്വാസം പിടിക്കുക. അതായത് ഒരു ദീർഘനിശ്വാസം എടുത്ത് ഏകദേശം 10 മുതൽ 20 സെക്കൻഡ് പിടിക്കുക, എന്നിട്ട് പതുക്കെ ശ്വാസം വിടുക. ഇത് ഡയഫ്രം വിശ്രമിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ തണുത്ത വെള്ളം കുടിക്കുക. തണുത്ത വെള്ളം സാവധാനം കുടിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വിഴുങ്ങുക. ഇത് എക്കിട്ടത്തിൻ്റെ റിഫ്ലക്സിനെ തടസ്സപ്പെടുത്തിയേക്കാം.